വെൽക്കം ടു ബി സ്ക്വയർ അക്കാഡമി. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ വീഡിയോയിൽ ജെൽ ഇലക്ട്രോപോറസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുകയാണ്. ഹയർ സെക്കൻഡറി എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ജെൽ ഇലക്ട്രോപോറസിസ്. വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു ഭാഗമാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ നന്നായി ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങളുടെ നോട്ട്ബുക്ക് എടുത്ത് നിങ്ങൾക്ക് കിട്ടിയ പോയിൻറ്റ്സുകൾ എഴുതി നോക്കുക. അങ്ങനെ എഴുതി നോക്കുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് ഒരിക്കലും ഈ പഠിച്ച കാര്യം മറക്കത്തില്ല. ഓക്കെ, എങ്കിൽ നമുക്ക് ക്ലാസ് തുടങ്ങാം. ജെൽ ഇലക്ട്രോപോറസിസ്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം DNA നമ്മൾ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്യും. ഓക്കെ, അതിൻ്റെ ഫലമായിട്ട് DNA ഫ്രാഗ്മെൻസുകൾ ഉണ്ടാകും. ഈ DNA ഫ്രാഗ്മെൻറ്റ്സ്, ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫ്രാഗ്മെൻറ്റ്സ് മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കിന് പറയുന്ന പേരാണ് ജെൽ ഇലക്ട്രോപോറസിസ്. ഓക്കെ, കട്ടിംഗ് ഓഫ് DNA by restriction endonucleases result the fragments of DNA. These fragments can be separated by a technique known as gel electroporesis. റെസ്ട്രിക്ഷൻ എൻസൈം കൊണ്ട് കട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന DNA ഫ്രാഗ്മെൻസുകളെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നിക്കിന് പറയുന്ന പേരാണ് ജെൽ ഇലക്ട്രോപോറസിസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. എക്സാമിന് ഒരിക്കൽ ജെൽ ഇലക്ട്രോപോറസിസിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് DNA എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ DNA സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെ ഫോഴ്സ് ചെയ്ത് ആനോഡിലേക്ക് എത്തിക്കുകയാണ്. അതിനൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അവർക്ക് പോകാൻ വേണ്ടി, അതായത് DNAക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ DNAക്ക് ആനോഡിൽ എത്താൻ സഹായിക്കുന്നതിന് വേണ്ടി ഒരു മീഡിയത്തിനെയും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഒരു മീഡിയത്തിലൂടെ DNA ഫോഴ്സ് ചെയ്ത് ആനോഡിൽ എത്തിച്ചുകൊണ്ട് അവരെ സെപ്പറേറ്റ് ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ ജെൽ ഇലക്ട്രോപോറസിസിൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ DNA എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജുള്ള ആളാണ്. DNA is negatively charged molecule. They can be separated by forcing them to move towards anode under an electric field through a medium. ഒരു മീഡിയത്തിലൂടെ DNA ആനോഡിലെത്തിച്ച് അവരെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മീഡിയം ഏതാണെന്ന് ചോദിച്ചാൽ അഗാറോസ് ജെല്ലാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മീഡിയം. അഗാറോസ് ജെല്ല് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കോമൺലി യൂസ്ഡ് മീഡിയം ഇൻ ജെൽ ഇലക്ട്രോപോറസിസ് ഈസ് അഗാറോസ് ജെൽ വിച്ച് ഈസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ്സ്. ഓക്കെ, സീവീഡ്സിൽ നിന്നും എടുക്കുന്ന, അതായത് നമുക്കറിയാം കുറേ ആൽഗകളുണ്ട്, ആൽഗകളിൽ നിന്നുമൊക്കെ എടുക്കുന്ന ജെൽ, അഗാറോസ് ജെല്ലാണ് നമ്മൾ ഇലക്ട്രോപോറസിസിൽ മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രിൻ്റ് ചെയ്ത് വരും ഈ ഡയഗ്രാം. അതിനുശേഷം ഈ ഡയഗ്രാം തന്നതിന് ശേഷം ചോദിക്കും ഇത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന്. ഇപ്പോൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ജെൽ ഇലക്ട്രോപോറസിസിനെ, ഇതൊരു ജെൽ പ്ലേറ്റാണ്. പ്ലേറ്റിനകത്ത് നമ്മൾ അഗാറോസ് ജെല്ലിനെ കോട്ട് ചെയ്യും. ഇത് സാമ്പിൾ എടുക്കാനുള്ള സാമ്പിൾ വെൽസ് ആണ്. ഇതിലേക്ക് നമ്മൾ സാമ്പിൾ എടുക്കുന്നു. കാരണം നമ്മുടെ ടെസ്റ്റ് ട്യൂബിനകത്ത് DNA ഇട്ടിട്ട് അതിലാണ് റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് DNA കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ടെസ്റ്റ് ട്യൂബിലുള്ള ഫ്രാഗ്മെൻസുകളെ ഈ സാമ്പിൾ വെൽസിലേക്ക് ഒഴിക്കും. നമുക്കറിയാം DNA ഫ്രാഗ്മെൻസുകളുടെ സെപ്പറേഷൻ നടക്കും. ആ സെപ്പറേഷൻ നടക്കുന്നത് അവരുടെ സൈസിൻ്റെ ബേസിലായിരിക്കും. ഓക്കെ, DNA fragments are separated according to their size. അവരുടെ സൈസിൻ്റെ ബേസിൽ DNA ഫ്രാഗ്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്യുന്നു ത്രൂ ദ സീവിങ് എഫക്റ്റ് പ്രൊവൈഡഡ് ബൈ അഗാറോസ് ജെൽ. നമുക്കറിയാം ഇവിടെ മീഡിയമായിട്ട് ഉപയോഗിക്കുന്ന അഗാറോസ് ജെല്ലാണ്. ഇവർക്ക് ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതിലൂടെ അരിച്ച് ഇറങ്ങി DNA ഇങ്ങ് എത്തും. ഓക്കെ, ഇവരുടെ ഈ സീവിങ് എഫക്റ്റ് DNAയുടെ സെപ്പറേഷന് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ DNA ഫ്രാഗ്മെൻറ്റിൻ്റെ സെപ്പറേഷൻ നടക്കുന്നു അക്കോർഡിംഗ് ടു ദെയർ സൈസ് ത്രൂ ദ സീവിങ് എഫക്റ്റ് പ്രൊവൈഡഡ് ബൈ ജെൽ അഗാറോസ് ജെൽ. ഇപ്പോൾ സൈസിൻ്റെ ബേസിൽ സെപ്പറേഷൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ ലാർജർ ആയിട്ടുള്ള DNA പതുക്കെ മൂവ് ചെയ്യത്തേ ഉള്ളൂ. എന്നാൽ വളരെ സ്മോൾ ആയിട്ടുള്ള DNA വളരെ പെട്ടെന്ന് തന്നെ
മൂവ് ചെയ്യും. ഓക്കെ, ലാർജർ സൈസിലുള്ള DNA സെപ്പറേഷൻ പതുക്കെ നടക്കും. സ്മോളർ സൈസിലുള്ള DNA വളരെ പെട്ടെന്ന് മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന DNA നമുക്ക് വിസിബിൾ ലൈറ്റിൽ കാണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള DNA ഫ്രാഗ്മെൻറ്റ്സിനെ കാണണമെങ്കിൽ ആദ്യം നമ്മൾ ഇവരെ എഥീഡിയം ബ്രോമൈഡ് കൊണ്ട് സ്റ്റെയിൻ ചെയ്യണം. ആ സ്റ്റെയിൻ ആൻഡ് കോമ്പൗണ്ടിൻ്റെ നെയിം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, എഥീഡിയം ബ്രോമൈഡ്. എഥീഡിയം ബ്രോമൈഡ് കൊണ്ട് സ്റ്റെയിൻ ചെയ്തതിന് ശേഷം UV ലൈറ്റിൽ എക്സ്പോഷർ ചെയ്യുമ്പോൾ, UV ലൈറ്റിൽ കാണിക്കുമ്പോൾ നമുക്ക് DNA കാണാൻ പറ്റും. അതും നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡുകളായിട്ട് നമുക്ക് DNA ഫ്രാഗ്മെൻറ്റ്സിനെ കാണാൻ പറ്റും. Okay, the separated fragments can be visualized only after staining with a compound known as ethidium bromide followed by exposure to UV radiation. Okay, അങ്ങനെ നമ്മൾ UV റേഡിയേഷനിൽ കാണിക്കുമ്പോൾ ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡുകളായിട്ട് DNA നമുക്ക് കാണാൻ പറ്റും. ബ്രൈറ്റ് ഓറഞ്ച് കളേർഡ് ബാൻഡ് ഓഫ് DNA ക്യാൻ ബി സീൻ അണ്ടർ UV ലൈറ്റ്. ഓക്കെ, അങ്ങനെയുള്ള ഈ DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമ്മൾ ഇവിടെ നിന്നും കട്ട് ചെയ്തെടുക്കുന്നിട്ട് അതിനകത്തെങ്ങാനും അല്പസ്വല്പം ജെൽ പീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഫൈനൽ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് എല്യൂഷൻ എന്ന് പറയും. ഓക്കെ, DNA ഫ്രാഗ്മെൻറ്റ്സിനെ സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെൻറ്റ്സിനെ കട്ട് ഔട്ട് ഫ്രം ദ ജെൽ പീസ് ആൻഡ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ജെൽ പീസ്. ദിസ് ഫൈനൽ സ്റ്റെപ്സ് ഈസ് നോൺ ആസ് എല്യൂഷൻ. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും എല്യൂഷനൊക്കെ ചോദിക്കും. ജെൽ ഇലക്ട്രോപോറസിസിൽ ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കേണ്ട പോയിന്റ്സ് ആണ് എല്യൂഷൻ എന്താണെന്ന്. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ചെയ്ത DNA ഇവിടെ നിന്നും കട്ട് ചെയ്തെടുക്കും. അതിനുശേഷം അതിൻ്റെ അറ്റത്ത് വല്ല ജെൽ പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഫൈനൽ സ്റ്റെപ്സിന് പറയുന്ന പേരാണ് എല്യൂഷൻ. ദ സെപ്പറേറ്റഡ് DNA കട്ട് ഔട്ട് ഫ്രം ദ ജെൽ പീസ് ആൻഡ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ജെൽ പീസ്. This final steps is known as elution. Okay, ഇങ്ങനെ ഫൈനലി പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന DNA ആണ് നമ്മൾ ക്ലോണിംഗ് വെക്ടറുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് നമ്മൾ റീകോമ്പിനൻ്റ് DNA ടെക്നോളജിക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ജെൽ ഇലക്ട്രോപോറസിസ് എന്ന് പറയുന്നത്. കട്ടിംഗ് ഓഫ് DNA by restriction endonucleus result the fragment of DNA. These fragments can be separated by a technique known as gel electrophoresis. Then the principle, DNA fragments are negatively charged molecules. They can be separated by forcing them to move towards anode under an electric field through a medium. Commonly used medium is agarose gel. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മീഡിയം അഗാറോസ് ജെല്ലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ്. Commonly used medium is agarose gel. ഈ agarose gel is extracted from seaweeds. കടലിൽ കാണുന്ന ആൽഗകളിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് ഈ അഗാറോസ് ജെൽ എന്ന പോളിമർ. ഓക്കെ, ഇതാണ് നമ്മൾ ജെൽ ഇലക്ട്രോപോറസിസിൽ ഉപയോഗിക്കുന്ന മീഡിയം. DNA ഫ്രാഗ്മെൻറ്റ്സിൻ്റെ സെപ്പറേഷൻ നടക്കുന്നു. DNA ഫ്രാഗ്മെൻറ്റ്സ് സെപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദെയർ size through the sieving effect provided by the gel. Smaller the fragments, farther it moves. വളരെ പെട്ടെന്ന് മൂവ് ചെയ്യും. ഫ്രാഗ്മെൻറ്റിൻ്റെ സൈസ് ചെറുതാണെങ്കിൽ പെട്ടെന്ന് മൂവ് ചെയ്യും. വലിയ സൈസുള്ളവർ പതുക്കെ മൂവ് ചെയ്യും. ദെൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത DNA കാണണമെങ്കിൽ നമ്മൾ എഥീഡിയം ബ്രോമൈഡ് കൊണ്ട് സ്റ്റെയിൻ ചെയ്യണം. ഈ കോമ്പൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ സെപ്പറേറ്റഡ് ഫ്രാഗ്മെൻറ്റ്സ് ക്യാൻ ബി വിഷ്വലൈസ്ഡ് only after staining the DNA with a compound known as ethidium bromide followed by exposure to UV radiation. Then the bright orange colored band of DNA can be seen under UV radiation, UV light. Then ingane separate the DNA, the separated bands of DNA are cut out from the gel piece and extracted from the gel piece. This steps is known as elution. The final steps is known as elution. ഇങ്ങനെ പ്യൂരിഫൈ ചെയ്ത് കിട്ടുന്ന DNA ആണ് നമ്മൾ റീകോമ്പിനൻ്റ് DNA ടെക്നോളജിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇലക്ട്രോപോറസിസ്. ഒരിക്കൽ കൂടി ഓർക്കുക, ഡയഗ്രാം തന്നതിന് ശേഷം പ്രോസസ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. ഡയഗ്രാം തന്നതിന് ശേഷം ഇതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കും. ജെൽ ഇലക്ട്രോപോറസിസ് ഇതൊക്കെ ലേബൽ ചെയ്യാൻ ചോദിക്കും. ഇത് സാമ്പിൾ വെല്ലാണ്. ഇത് ലാർജ് ആയിട്ടുള്ള DNA ബാൻഡ്, ഇത് സ്മോളസ്റ്റ് ബാൻഡാണ്.
ദെൻ ഇതിൻ്റെ പ്രിൻസിപ്പിൾ ചോദിക്കും. ദെൻ ഇവിടുത്തെ സ്റ്റെയിനിങ് കോമ്പൗണ്ട് എത്തീഡിയം ബ്രോമൈഡ് ആണ്. ഫൈനൽ സ്റ്റെപ്സിൻ്റെ പേര് ചോദിക്കും. എല്യൂഷനാണ് ഫൈനൽ സ്റ്റെപ്സ്. ദെൻ ജെൽ ഇലക്ട്രോപോറസിസിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മീഡിയം ഏതാണെന്ന് ചോദിക്കും. അഗാറോസ് ജെൽ. ഇത്രയും ചോദ്യം ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.